ഹലോ, ഒരു മാജിക് കാണിച്ചു തരട്ടെ. ബാ. ഈ ഒരു മാജിക് ആർക്കെങ്കിലും പിടികിട്ടിയോ? ഇത് ടൈഡിന്റെ ചില മിറാക്കിൾസ് ആണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു മിറാക്കിൾ കാണാൻ പോണത് സെന്റ് മേരീസ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ്. അവിടെ ഒരു ലൈറ്റ് ഹൗസ് കണ്ടില്ലേ? അതിരിക്കുന്ന ആ കുട്ടി ഐലൻഡാണ് സെന്റ് മേരീസ് ഐലൻഡ്. ഈ ഒരു ഐലൻഡിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതൊരു ടൈഡൽ റീജിയൻ ആണ് കേട്ടോ. അതായത് നമുക്കിവിടെ വേലിയേറ്റവും വേലിയിറക്കവും ക്ലിയർ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ വേലിയിറക്കം ടൈമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കാണാം മെയിൻ ലാൻഡിനും ഐലൻഡിനും ഇടയ്ക്കുള്ള ഈ ഒരു റീജിയൻ സെമി ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ഇവിടുന്ന് ഐലൻഡിലേക്ക് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് കോസ്വേ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കൂടെ സേഫ് ആയിട്ട് അങ്ങോട്ട് പോകാനും വരാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഈ കോസ്വേയുടെ ഇരുഭാഗത്തായി കാണുന്ന ഈ ഒരു റീജിയൻ നമുക്ക് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. ഈ വേലിയേറ്റം എപ്പോഴൊക്കെ ഉണ്ടാവുക എന്നും എപ്പോഴൊക്കെ സേഫായിട്ട് ക്രോസ് ചെയ്യാം എന്നൊക്കെ ഇവരുടെ വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ടൈം അനുസരിച്ച് മോർണിംഗ് 8:30 തൊട്ട് ഈവനിങ് 4:30 വരെയാണ് സേഫായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുക. 4:30ക്ക് ശേഷം വേലിയേറ്റം സ്റ്റാർട്ടാവും. ഇപ്പോൾ ടൈം 2:30 ആയി. നമുക്ക് 4:30 വരെ ടൈമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കറങ്ങാനും ചെയ്യാനും ഉണ്ട്. എന്താണെന്നല്ലേ കാണിച്ചു തരാം. അപ്പോൾ അതെ, ഈ കാണുന്ന റീജിയൻ എന്ന് പറയുന്നത് വലിയൊരു മറൈൻ ലൈഫ് റിസർവ് ആണ്. നമുക്കിവിടെ ഒരുപാട് മറൈൻ സ്പീഷീസിനെ കാണാം. ലൈക്ക് സ്റ്റാർ ഫിഷ്, സ്കോർപിയോസ്, ക്രാബ്സ്, പിന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് സീ ബേർഡ്സ്, അങ്ങനെ ഒരുപാട്. പിന്നെ ഒരു കിടുക്കാച്ചി എക്സ്പീരിയൻസ് കൂടി ഉണ്ട്. തമിഴ്നാട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ നീർനായ. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. നല്ല വാം വെതർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇന്ന് വന്നിട്ടുണ്ട്. സ്വന്തമായിട്ട് കായാക്ക് കൊണ്ടുവന്നാൽ ഇവിടെ കായാക്കിങ്ങും ചെയ്യാം. മാത്രമല്ല ഇവിടുത്തെ മറൈൻ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം പോലെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നോക്കിയാൽ തന്നെ കാണാം കുട്ടികളൊക്കെ ചെറിയ ബക്കറ്റും ഡ്രോപ്പ് നെറ്റ്സ് ഒക്കെ ആയിട്ട് ക്രാബിനെയും സ്റ്റാർ ഫിഷിനെയൊക്കെ പിടിക്കാൻ നടക്കുന്നത്. ഇങ്ങനെ സീ ഷോറിലെ റോക്സിലും സീ വീഡ്സിലും ഒളിച്ചിരിക്കുന്ന സ്പീഷീസിനെ പിടിക്കുന്നതിനെ ബേസിക്കലി റോക്ക് പൂളിംഗ് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഈ പിടിച്ച എല്ലാ സ്പീഷീസിനെയും ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് വേണ്ട പോവാൻ. അങ്ങനെ ഇവിടെ കറങ്ങി തിരി നടന്നപ്പോൾ നമുക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി, ഡേവും ലൈഡയും. ഈ ഒരു വീക്കെൻഡ് അടിച്ചു പൊളിക്കാൻ ലണ്ടനിൽ നിന്ന് എത്തിയതാണ് കേട്ടോ. ലൈഡ ആണെങ്കിൽ ഒരു ബക്കറ്റ് നിറയെ ക്രാബിനെയും ഷെല്ലിനെയും പിന്നെ ഒരു സ്റ്റാർ ഫിഷിനെയൊക്കെ പിടിച്ചു വെച്ചേക്കുക. ഞങ്ങൾ കുറച്ചു നേരം ഇവരോടൊപ്പം കൂടി എങ്ങനെയാണ് ഇതിനൊക്കെ പിടിക്കുക എന്നും കുറേ ടിപ്സ് ആൻഡ് ഹാക്സ് ഒക്കെ പഠിച്ചു. ഇവർ പറഞ്ഞതനുസരിച്ച് ഓരോ കല്ലും കുത്തിയെടുത്ത് അതിൻ്റെ അടിയിൽ നോക്കിയാലേ സ്റ്റാർ ഫിഷിനൊക്കെ കിട്ടും. നല്ല ഫ്രണ്ട്ലി ആൻഡ് ഫണ്ണി ആയിട്ടുള്ള ആളുകളായിരുന്നു കേട്ടോ ഇവർ. അങ്ങനെ കുറച്ചു നേരം ഇവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്ത് റോക്ക് പൂളിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ടാറ്റ ബൈ ബൈയും പറഞ്ഞ് നേരെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ ശരിക്കും സൂക്ഷിച്ച് വേണം നടക്കാൻ. കാരണം ഇപ്പോൾ നോക്കിയാൽ കാണാം ഒരു ഫുൾ ഡാർക്ക് ബ്രൗൺ കളറിലുള്ള സീവീഡ്സ് ആണ്. പിന്നെ കുറേ ഗ്രീൻ ആൽഗയും. അപ്പോൾ നല്ല സ്ലിപ്പറി ആയതുകൊണ്ട് തന്നെ തെന്നി വിടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിവിടെ പ്രോപ്പർ സമ്മർ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സെമി ഡ്രൈ അല്ലെങ്കിൽ വെറ്റായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ അവസാനം ലൈറ്റ് ഹൗസ് എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ ഇതേ ലൈറ്റ് ഹൗസ് ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ ഓപ്പൺ ആണെങ്കിൽ ചെറിയൊരു ഫീ കൊടുത്താൽ നമുക്ക് അകത്ത് കയറി 360 ഡിഗ്രിയിലൊരു വ്യൂ കിട്ടും. അത് അടിപൊളി എന്നൊക്കെയാണ് അകത്ത് കയറിയവർ പറഞ്ഞത്. പക്ഷെ നമ്മൾ വന്ന സമയം അവരെന്തോ ലഞ്ച് ബ്രേക്കോ അങ്ങനെ എന്തൊക്കെ ആയിട്ട് ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷെ നമുക്കിവിടെ കാണാൻ നേരത്തെ പറഞ്ഞ ആ കിടിലൻ എക്സ്പീരിയൻസ് ഉണ്ട്. അത് സീൽ വാച്ചിങ്. അപ്പോഴേ ലെഫ്റ്റിൽ കാണുന്ന വഴി കൂടെ ജസ്റ്റ് പോയാൽ മതി. അങ്ങനെ ഇതാണ് നമ്മുടെ സീൽ വാച്ചിങ് ഏരിയ. അപ്പോൾ അതെ, ആ കാണുന്നതാണ് ഗ്രേ സീൽസ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ വിളിക്കുന്ന നീർനായ. ഇവർ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. അത് ഗ്രേ സീൽസ് എന്ന കാറ്റഗറിയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 മീറ്റേഴ്സ് അകലത്തിലാണ് നമുക്ക് ഇവരെ കാണാൻ പറ്റുക. ആ അറ്റത്തൊക്കെ നോക്കിയാൽ ഒരുപാട് ഗ്രേ സീൽസ് വെള്ളത്തിൽ നിന്ന് കയറി വരുന്നത് കാണാം. ഈ ഒരു ജീവിയെ കുറച്ച് നേരം നോക്കി നിന്നപ്പോഴാണ് മനസ്സിലായി ഇത് ഇത്രയും ക്യൂട്ടാണെന്ന്. ഞാൻ അതിനു മുമ്പ് ഗ്രേ സീൽസിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇത്ര അടുത്തിന് ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ. ഈ സീൽസ് വളരെ വൾണറബിൾ ആണ്. നമ്മുടെ സൗണ്ട് എങ്ങനെ കേട്ടാൽ മതി അവർ വേഗം വെള്ളത്തേക്ക് തന്നെ തിരിച്ചു ഓടിപ്പോകും. സോ ഇവിടെ എല്ലായിടത്തും സൈലൻസ് കീപ്പ് ചെയ്യാനുള്ള ബോർഡ് ഒരുപാട് വെച്ചിട്ടുണ്ട്. ആ ഒരു അറ്റത്തായിട്ട് കുറേ സീ ബേർഡ്സിനെയും കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം സീൽസിനെയൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങുവാണ്. കാരണം 4:30 മുമ്പ് നമുക്ക് മെയിൻ ലാൻഡിലെത്തണം. അപ്പം ഇവിടെ ലൈറ്റ് ഹൗസിനോടടുത്ത് ഒരു കഫേ കൂടിയുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം കുറച്ച് ടീ, സ്നാക്സ്, കോഫി, പിന്നെ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടും. നമ്മളിപ്പം ഐലൻഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. ആ അറ്റത്ത് കാണുന്നതാണ് മെയിൻ ലാൻഡ്.
അപ്പോൾ നല്ല അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം രണ്ട് സൈഡിൽ നിന്നും കുറേശ്ശെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് കാണാം കുട്ടികളൊക്കെ ഇവിടെ റോക്ക് പൂളിങ് ചെയ്യുന്നുണ്ട്. ഒരാളവിടെ പുസ്തകം വായിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 4:30 ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാം നേരത്തെ സ്റ്റാർ ഫിഷിനെ പിടിച്ച സ്ഥലമാണ് ആ അറ്റത്ത് കാണുന്ന ഏരിയ. അവിടെയൊക്കെ ഇപ്പോൾ ഫുൾ വെള്ളം കയറിയേക്കുക. ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ടൈം ഉണ്ടല്ലോ അത് വളരെ ആക്യുറേറ്റ് ആണ് കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 4:30 ആയപ്പോൾ തന്നെ തിരക്ക് ശക്തി കൂടി തുടങ്ങിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു ഏരിയ ഫുൾ വെള്ളം കയറി കവറാവുന്നത്. ഇപ്പം ഐലൻഡ് ഫുൾ ക്ലിയർ ആണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും സെക്യൂരിറ്റി ഗാർഡ് തിരിച്ച് മെയിൻലാൻഡിലേക്ക് പോകാനുള്ള വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ കാണാം ആളുകളൊക്കെ ഓടി മെയിൻലാൻഡിലേക്ക് വരുന്നത്. കാരണം വേലിയേറ്റം ടൈമിൽ നമുക്ക് ഈ കോസ് വേ ക്രോസ് ചെയ്യാൻ പറ്റില്ല. എങ്ങാനും അവിടെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേലിയിറക്കം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം സമയം ഏകദേശം 5 മണിയായി. വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ട്. കറക്റ്റ് 5:30ക്കുള്ള വ്യൂ ആണ് ഇപ്പം ദേ ഈ കാണുന്നത്. അതായത് 1 മണിക്കൂറിൽ സംഭവിച്ച മിറാക്കിൾ. ഇപ്പം നല്ല തിരയുണ്ട്. ഏകദേശം 4 മീറ്റേഴ്സ് ഹൈറ്റിലാണ് ഇപ്പം തിര അടിക്കുന്നത്. നമ്മൾ നേരത്തെ എക്സ്പ്ലോർ ചെയ്ത സ്ഥലമില്ലേ, അതാണെന്ന് ഇപ്പം കണ്ടാൽ പറയില്ലല്ലോ. ഒരൊറ്റ മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല. ഒരുപാട് ആളുകൾ വന്ന് ഫുഡ് കഴിക്കുകയും ബുക്ക് വായിക്കുകയും റോക്ക് പൂളിംഗ് ഒക്കെ ചെയ്ത സ്ഥലമായിരുന്നു ഇത്. ഇപ്പം നോക്കിയേ, ഞാനത് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല നല്ല വെതറിൽ വന്നാൽ കളർഫുള്ളാണ് ഈ ഒരു ഐലൻഡ് കാണാൻ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങി. അപ്പോൾ അതേ കുറേ ബൈക്കേഴ്സിനെ കണ്ടു. അത്യാവശ്യം കുറച്ച് പ്രായമുള്ള ആളുകളാണ് കേട്ടോ ഇവിടെ കൂടുതലും റൈഡിന് വരാം. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവരോടും കത്തിയടിച്ചിരുന്നു. പിന്നെ ഇവിടെ പുറത്ത് നോക്കിയാൽ കുറേ ബെഞ്ചുകൾ കാണാം. ആക്ച്വലി ഇതിന് മെമ്മോറിയൽ സീറ്റ്സ് എന്നാണ് പറയുക. അതായത് ഇപ്പം ആരെങ്കിലും മരിച്ചു പോയാൽ അവരുടെ ഓർമ്മയ്ക്കായിട്ട് അവരുടെ ഫാമിലിയോ ഫ്രണ്ട്സോ വെക്കുന്നതാണ് ഇത്. ഇതിൽ നോക്കിയാൽ കാണാം ഓരോന്നിലും മരിച്ചുപോയവരുടെ പേരും ചിലപ്പോൾ ഡേറ്റ് അല്ലെങ്കിൽ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലതിലൊക്കെ പൂക്കളും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് UK ഒട്ടുമിക്ക ബീച്ചുകളിലും പാർക്കിലും ഒക്കെ കാണാം കേട്ടോ. നമുക്ക് ഇവിടെ വന്ന് ഇരിക്കുകയും കടലൊക്കെ കണ്ട് ആസ്വദിക്കാം. വേണമെങ്കിൽ ഫുഡൊക്കെ വന്ന് കഴിക്കാം. ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഒരു സ്ഥലം കൂടി കാണിച്ചു തരാം. ഇവിടെ എൻട്രൻസിൽ തന്നെ കാണുന്ന ഏരിയ ആണിത്. വേലിയേറ്റത്തിന് മുമ്പുള്ള സീനും ഞാനിവിടെ കൊടുക്കാം. ആ ഡിഫറൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൊക്കേഷൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഐലൻഡ് ആക്സസ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉള്ള വെബ്സൈറ്റും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കാണാം. ബൈ ബൈ.